അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഭാഗ്യസ്ഥാനത്ത് 11ാം ഭാവത്തിലാണ്. 11ാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിൽ ഗുരുവാണ്. പഠനം, പഠിപ്പിക്കുക, അതുപോലെ ട്രെയിനിങ് ജോലികൾ ചെയ്യുന്നവർ, നിയമപരമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടവർ, അക്കാഡമിക് മേഖലകളിൽ റിസർച്ച് മുതലായിട്ടുള്ളവയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശ ബന്ധങ്ങൾ ഉള്ളവർക്ക്, അഥവാ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവർ, മറ്റ് വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ പ്രൊഫഷണൽസ്, ഇവർക്കൊക്കെ ഒരു നേട്ടമുണ്ടാവേണ്ട കാലമാണ്. ധനപരമായിട്ട് യാത്ര മുഖാന്തരം, അതുപോലെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരമായിട്ടുള്ള ധനസമ്പാദനത്തിനും ഈ കാലഘട്ടം നല്ലതാണ്. ആരോഗ്യം സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സ് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കും. എങ്കിലും നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ തളർച്ചയോ അങ്ങനെയൊക്കെ വരാവുന്നതാണ്. അതുകൊണ്ട് വിശ്രമവും ആവശ്യമാണ്. കുടുംബപരമായിട്ട് നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് അഥവാ പിതൃക്കളിൽ നിന്ന്, അതുപോലെ അച്ഛനമ്മമാർ, ഭാര്യയുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും അച്ഛനമ്മമാരും അവരിൽ നിന്നൊക്കെയുള്ള അനുഗ്രഹം ഉണ്ടാകും. അവരുടെ അനുഗ്രഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടുകൂടി ഈ ഒരു ആഴ്ച ഒരു അനുകൂലമായിട്ടുള്ള ആഴ്ചയായിട്ട് അവർക്ക് നമുക്ക് തോന്നുന്നതാണ്. ഇവർക്കൊരു പൊതുവേ പരിഹാരമായിട്ട് പറയുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, തുളസിയിട്ട ജലം പാനം ചെയ്യുക മുതലായിട്ടുള്ള കാര്യം, അതുപോലെ ഭാഗവതാദി പുരാണങ്ങൾ വായിക്കുക, ഇതൊക്കെയും നല്ല കൂടുതൽ ഫലങ്ങൾ തരുന്നതാണ്.